ഹൈദരാബാദ് എഫ് സി ISLൽ കാണുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇനി ഒന്ന് ഗുഡ് ബൈ പറയാം. കാണും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് 15 വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഡേ ആയിരുന്നു എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പം ഇന്ന് മാർക്കസ് ഹൈദരാബാദിൻ്റെ ഒരു ഭാവിയെപ്പറ്റി സംസാരിച്ചിരുന്നു. അതായത് ഹൈദരാബാദിനൊരു പുതിയ ഓണറായി. അപ്പോൾ നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആർട്ടിക്കിൾ. സാധാരണഗതിയിൽ ഇപ്പം ഇന്നൊരു അർദ്ധരാത്രിയൊക്കെ പ്രതീക്ഷിക്കാമെന്നുള്ളത്. എന്നാൽ ഇപ്പോൾ 90 സ്റ്റോപ്പേജിൻ്റെ റിപ്പോർട്ട് അവരാണത് ബ്രേക്ക് ചെയ്യുന്നത്. ആ ഒരു ഓണേഴ്സ് ആരാണ് എന്നുള്ള തരത്തിൽ BC ജിന്ദാൽ ഗ്രൂപ്പാണ് പുതിയ ഓണേഴ്സായിട്ട് അല്ലെങ്കിൽ അവരെ ടേക്ക് ഓവർ ചെയ്യുന്ന തരത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. മാർക്കസ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. കഴിഞ്ഞ വർഷം ലീഗിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പം നമുക്കറിയാം ഈ ഒരു BC ജിന്ദാൽ ഗ്രൂപ്പും TVSും കൂടെ എന്തോ ചേർന്നിട്ട് ഒരു ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീമിനൊക്കെയുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ലീഗിലേക്ക്. പക്ഷേ അത് നടക്കാതൊക്കെ പോയി. എന്നാണെങ്കിലും അവർ തിരിച്ചെത്തുന്നു ISLൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം പലർക്കും ഉള്ളൊരു സംശയമാണ്, ഓൾറെഡി ഒരു ജിന്ദാൽ ഗ്രൂപ്പ് ISL ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, നമുക്കറിയാം പാർക്ക് ജിന്ദാൽ JSW ഗ്രൂപ്പ് ബംഗളൂരു FCയുടെ ഓണേഴ്സ് ആണല്ലോ. അപ്പം എന്താണ് ഇവർ സെയിം ഗ്രൂപ്പാണോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ട് പലർക്കും. അപ്പോൾ ഞാനിതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ നോക്കിയൊക്കെ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നും ഇല്ല ഈ BC ഗ്രൂപ്പും അല്ലെങ്കിൽ പാർക്ക് ജിന്ദാലും ഒക്കെ ആയിട്ടാണെന്നുള്ളത്. പക്ഷേ ഒരു സെയിം ഫാമിലിയിൽ ഒക്കെ പെടുന്ന, അതായത് ഒരു ബിഗ് ഫാമിലിയിൽ പെടുന്ന രണ്ട് ബിസിനസ് ഗ്രൂപ്പുകളാണ് ഇവർ എന്നുള്ളതാണ്. പിന്നെ ഞാൻ വേറെ ചിലത്തൊക്കെ കണ്ടത് ഇവർ തമ്മിൽ എന്തോ കണക്ഷൻസ് ഉണ്ട് എന്നുള്ളത്. എന്താണെങ്കിലും ഇതാണ് ഞാൻ പിന്നെ ChatGPT ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പം ഈ JSW ഗ്രൂപ്പിൻ്റെ ഇതിലൊക്കെ വരുന്ന നമുക്കറിയാമല്ലോ, പ്രധാനമായിട്ട് ഒരു സ്റ്റീൽ, സിമെൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സൊക്കെയാണ്. ഇവരിലേക്ക് വരുമ്പോഴത്തേക്കും അവർ പറഞ്ഞ പോലെ സ്റ്റീൽ പൈപ്പ് അങ്ങനത്തെ വേറെ ചിലപ്പം അവർ ഫിലിം ബേസ് ചെയ്തിട്ടുള്ള ഇപ്പം പോളി ഫിലിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് വെഞ്ചേഴ്സും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം രണ്ട് തരത്തിൽ ബിസിനസ് ചെയ്യുന്ന രണ്ട് ജിന്ദാൽ ഗ്രൂപ്പുകളാണ് ഇവരെന്നുള്ളതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത്. എന്താണെങ്കിലും വരാൻ പോകുന്ന 2 ആഴ്ച ക്രൂഷ്യലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ ഈ ട്രാൻസ്ഫർ മാർക്കറ്റൊക്കെ അടയ്ക്കാനായിട്ട് ഒരു 10-15 ദിവസം മാത്രമേ, അല്ലെങ്കിൽ 2 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ ട്രാൻസ്ഫർ ബാൻ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കണം. കോച്ചിനെ ആരാന്ന് വെച്ചാൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ ടീമിലെത്തിക്കണം. അതിനോടൊപ്പം തന്നെ വിദേശ താരങ്ങളെ ടീമിലെത്തിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ കടമ്പകളുണ്ട്. എന്നാണെങ്കിലും ഒരു ബിസി ആയിട്ടുള്ള 2 ആഴ്ചയാണ് ഹൈദരാബാദ് FCയുടെ പുതിയ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളത് എന്നുള്ളതാണ്. എന്നാണെങ്കിലും അവർക്ക് ഒരു ബെസ്റ്റ് ഇന്ത്യൻ പ്ലെയേഴ്സിനൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പം അവസാനത്തെ ഒരു ട്രാൻസ്ഫർ ഒരു മാർക്കറ്റ് സാഹചര്യമൊക്കെ ആയതുകൊണ്ട് ഏത് തരത്തിലൊക്കെയാണ് വിദേശ താരങ്ങളെയും കിട്ടുന്നതെന്നൊക്കെയുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. ഫസ്റ്റ് സീസൺ അവരെ സംബന്ധിച്ചിടത്തോളം കോംപ്ലിക്കേറ്റഡ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ചില താരങ്ങളെ അവർക്ക് നിലനിർത്താനൊക്കെ ആയിട്ടും സാധിച്ചിട്ടുണ്ട്. ചില പ്ലെയറുടെ ഒരു സാലറിയൊക്കെ കൊടുത്ത് തന്നെ അവരിപ്പം പലർക്കും സാലറി ഡ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ചിലരെ കൊടുത്ത് അവർ നിർത്തിയിട്ടുണ്ട്. എങ്കിലും നിലവിൽ 10 താരങ്ങളിൽ താഴേക്കേ ഉള്ളൂ അവരോടൊപ്പം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇനിയും ഇതുമായി ബന്ധപ്പെട്ട്, ഹൈദരാബാദുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളൊക്കെ ഇനിയും പുറത്തേക്ക് വരാൻ പോകുന്നു. കാരണം ഇങ്ങനത്തെ അവർ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനമായ സ്ഥിതിക്ക്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.